നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ നിൽക്കുന്ന സംഭവം പറിച്ചെടുക്കാനാട്ടോ. പറമ്പിലിറങ്ങി പറിച്ചു നോക്കിയപ്പോൾ മൂട്ടിലൊന്നുമില്ല. പിന്നെ കൈക്കോട്ടും വെട്ടത്തിയൊക്കെ എടുത്ത് കുത്തി നോക്കിയപ്പോൾ 2-4 കഷ്ണമൊക്കെ നമുക്ക് കിട്ടി. നമുക്കൊരു 2 കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ ഒരു കുഴി കുത്തിയിട്ട് അവിടെ തന്നെ ചെടി കുഴിച്ചിട്ടു. അടുത്ത വേനൽക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നശയ്ക്ക് കളയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു. വേണമെങ്കിൽ നമുക്ക് തൊലി കളയാം, അല്ലെങ്കിൽ തൊലി കളയാണ്ട് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താലും മതി. ഇതാണ് നമ്മുടെ ഗ്ലിസറിൻ ക്യൂബ് കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയും വാങ്ങി കിട്ടും. അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നുറുക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ട് മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. തരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് പാല് പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായി തിളച്ച് വരുന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്ലിസറിൻ ക്യൂബ്സ് വെച്ച് കൊടുക്കാം മുകളിലായിട്ട്. അപ്പം ഞാനിതിൽ ഒരു പിയേഴ്സും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ സോപ്പിന് ഒരു മഞ്ഞളുടെ മണം ഉണ്ടായിരിക്കും. കൂട്ടത്തിൽ എസൻഷ്യൽ ഓയിലുകളൊന്നും ചേർത്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ല് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനതിൽ പിയേഴ്സാണ് ചേർത്ത് കൊടുത്തത്. എൻ്റെ കയ്യിൽ റോസിൻ്റെയും ലാവൻഡറിൻ്റെയും 2 എസൻഷ്യൽ ഓയിൽസ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്താൽ സോപ്പിൻ്റെ മണം വേറൊരു മണമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിയേഴ്സ് സോപ്പ് കൊടുത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം മെൽറ്റായതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൊടുത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഇത് കുറച്ചുകൂടി ബെറ്റർ. ഓയിൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഹണി ആയിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് സ്യൂട്ടാവുക കേട്ടോ. അപ്പോൾ ഞാനത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റിന് ശേഷം മേലെ വന്നിട്ടുള്ള പാടകൾ ഇതുപോലെ മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും സോപ്പ് കാണാനും ഭംഗിയുണ്ടായിരിക്കും. കണ്ട പാട മാറ്റിയത് എൻ്റെ കയ്യിലായപ്പോൾ ഇത്രയും പത നമ്മുടെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സോപ്പ് കൂടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട് മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.